ഫോർട്ട് വെച്ചിലുള്ള അറേബ്യൻ പാലസിലാണ് വന്നേക്കുന്നത്. ഫുൾ മന്തി ചലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. അരമണിക്കൂറിൽ ഫുൾ മന്തി കഴിച്ചു കയറുക 5000 രൂപ കിട്ടും. ഇവനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണത്. ഇവനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കഴിഞ്ഞതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഇവനൊരു നമ്മുടെ KFC ചലഞ്ച് ഇവൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവന്റെ കൂട്ടുകാരനായിട്ട് അവിടെ ഉണ്ടായിരുന്ന അവനായിരുന്നു ഇവന്റെ പേരെന്തായിരുന്നു? മുൻസീർ. ഇവന്റെ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒരു ഫുൾ മന്തി ഈസി ആയിട്ട് കഴിച്ചു തീർക്കും, സിമ്പിൾ ആയിട്ട് കഴിച്ചു തീർക്കാറുള്ള ആളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് കാരണം ഇവനെ തന്നെ നമ്മളുടെ ചലഞ്ചിൽ കൊണ്ടുവന്നേക്കാണ്. വേറൊന്നുമല്ല, നമ്മുടെ ചലഞ്ചിൽ ഇതുവരെ ആരും ഫുൾ മന്തി കഴിച്ചു തീർത്തിട്ടില്ല. അപ്പൊ മിക്കവാറും ഇവൻ തന്നെ കഴിച്ചു തീർത്തിട്ട് മിക്കവാറും ആ പൈസ ആയിട്ട് പോകുമെന്നാണ് തോന്നുന്നത്. നമുക്ക് നേരെ അകത്തോട്ട് പോകാം. നമ്മൾ അറേബ്യൻ പാലസിലാണ് വന്നേക്കുന്നത്, ഫോർട്ട് കൊച്ചിയിലുള്ള. ഇവിടെ അകത്ത് കുറച്ച് ഫാമിലീസ് ഒക്കെ ഇരിപ്പുണ്ട്. അത് കാരണം നമുക്ക് മേളിൽ ചെന്ന് വീഡിയോ എടുക്കാം. നമുക്ക് മേളിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരെ മേളിലത്തെ ക്യാബിനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് ഹാഫാണ്. ആദ്യം നീ ഹാഫ് കഴിച്ചു തീർക്കണം. ആ ഹാഫ് കഴിച്ച് തീർന്നിട്ട് വേണം നമുക്ക് ഓക്കെ ആയിട്ട് വേണം അടുത്തത് ഓർഡർ ചെയ്യാനായിട്ട്. വെറുതെ ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ കുറേ ഓർഡർ ചെയ്തിട്ട് ലാസ്റ്റ് വേസ്റ്റ് ആക്കി എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യം ഹാഫാണ് ഓർഡർ ചെയ്യാൻ പോണത്. അതിൽ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തായിരുന്നു? സ്പൈസി ചിക്കൻ മന്തി. സ്പൈസി എന്ന് പറയുന്നത് നമ്മുടെ ബ്രാഞ്ചുകളിൽ മാത്രം കിട്ടുന്ന ഒരു ഇതാണ്. അത് പെപ്പറിന്റെ ഫ്ലേവർ വരുന്നതാണ് ചിക്കൻ മന്തി. പിന്നെ ഹണി ചില്ലി അൽഫാം മന്തി. അത് മെയിൻ സാധനമാണ്. അറേബ്യൻ പാലസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കഴിക്കാറുള്ള സാധനമാണ്. പിന്നെ അൽഫാമിന്റെ ഹണി ചില്ലി. സെറ്റ്. ക്വാർട്ടർ ഹാഫ് ആയിട്ട് എടുക്കാം. ഓക്കെ. അപ്പൊ അത് 2 നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് നേരെ എടുത്തോ. സെറ്റ്. അത് വരട്ടെ. അത് വന്നിട്ട് അത് നീ കഴിച്ചു തീർക്കുന്നു. അടുത്ത മന്തി പറ്റൂടാ. ഡിഫറെന്റ് ഫ്ലേവർ ആകുമ്പോഴല്ലേ നമുക്ക് മട്ടിക്കത്തില്ല. ഒരെണ്ണം തന്നെ കഴിച്ചിട്ട് ചിലപ്പോൾ മട്ടിക്കും. അപ്പൊ ഒരെണ്ണം ഇല്ലേ, അപ്പൊ ഒരെണ്ണം ഇപ്പൊ ചിലപ്പോ ഒരു ഹണി ഫീലാണ് നമ്മൾ കഴിക്കണമെങ്കിൽ അതിലൊരു മട്ടിപ്പ് വരാൻ നേരം ഇച്ചിരി എരിവ് കഴിക്കുമ്പോൾ ആ സാധനം അങ്ങ് പോകും. ഇവിടെ മന്തി 2 നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. എടുത്ത് കൊണ്ടുപോവാ. ഒരു ഹണി ചില്ലിയും പിന്നെ ഒരു സ്പൈസി മന്തിയും. യെസ്, ഹാഫ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഹാഫ് മന്തി. മാൻ, ഹാഫ് മന്തി നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഹണി ചില്ലി ചെസ്റ്റ് പീസ്, ഒരു സ്പൈസി ലെഗ് പീസ്. സെറ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. നമുക്ക് ഹാഫ് ആൻ അവർ ആണ് സമയമുള്ളത്. നമ്മുടെ മയണൈസൊക്കെ കൊണ്ടുവന്നോ. മയണൈസും സ്വീറ്റ് പിക്കിൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. മയണൈസും സ്വീറ്റ് പിക്കിളൊക്കെ എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തേക്കാലോ നമുക്ക്. ഹാഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബാ. മയണൈസ്, അഡീഷണൽ മയണൈസും ഇതെന്താ ടൊമാറ്റോ സോസാ, ചട്നി എല്ലാ സാധനവും ഇവിടെ നിരന്നിട്ടുണ്ട് കേട്ടോ. സെറ്റ് അല്ലടാ, വിഷ്വൽ സെറ്റ് അല്ലേ? നമ്മുടെ ഇതൊക്കെ നമ്മുടെ അല്ലേ? ഇതൊക്കെ അവൻ കുടിക്കൂല, നമുക്ക് കുടിക്കാം കുറച്ച് കഴിയുമ്പോൾ. നമുക്ക് നോക്കിയിരുന്ന് കുടിക്കാം. ഓക്കെ, നമ്മുടെ ഹാഫ് മന്തി ഇവിടെ വന്നിട്ടുണ്ട്. പ്ലേറ്റ് ഇവിടെ സെറ്റാണ്. മയണൈസ് ഇവിടെ സെറ്റാണ്. സ്വീറ്റ് പിക്കിൾ ഇവിടെ സെറ്റാണ്. ടൈമർ സ്റ്റാർട്ട് ചെയ്തോട്ടെ ഞാൻ. അപ്പോൾ നമ്മൾ ടൈമർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. സ്റ്റാർട്ട്ന്ന് ടൈമർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇതൊക്കെ സിമ്പിൾ ആണല്ലേ നിനക്ക്, അല്ലേ? പിന്നല്ല. ഇവൻ നമ്മുടെ 5000 രൂപ മേടിച്ചിട്ട് പോകാനായിട്ട് വന്നേക്കുന്ന ആളാണെന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മ ഫുൾ മന്തി ഇവിടെ ഇറക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് എങ്ങാനും ബാക്കി വന്നിട്ട് അത് വേസ്റ്റ് ആയി പോകണ്ടല്ല എന്നുള്ള സീനിൽ നമ്മൾ ഫുൾ മന്തി ഇവിടെ ഇറക്കിയിട്ടില്ല. ഹാഫ് മന്തി ഇവിടെ സെറ്റാണ്. കഴിച്ചു പോയി. സമയമുണ്ട്, നീ അതോട്ട് ടെൻഷനൊന്നും ആവണ്ട. എന്നാലും നിനക്ക് കഴിക്കാം. 47 സെക്കൻഡ് ആയിട്ടുള്ളൂ. സമയം ഇങ്ങനെ കിടക്കുക. നീ മിണ്ടരുത്. ഞാൻ ആ വീഡിയോ ലാസ്റ്റ് എഡിറ്റ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഔട്ട് ചെയ്തപ്പോഴാണ് കാണണേ. ഇവനാണ് നമ്മുടെ KFC ചലഞ്ചിൽ വന്നേച്ചത്. ഇവനെ ഞങ്ങളിങ്ങനെ മറ്റേ സംസാരിച്ച ഓരോ കാര്യങ്ങളൊക്കെ മറ്റേ കാര്യം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചലഞ്ചിലിരിക്കണേ. എന്നിട്ട് അവൻ ഒരു കടിയൊക്കെ അടിച്ചിട്ട് ആണല്ലേ, എന്നിട്ട് 2 മിനിറ്റ് ഒക്കെ എടുത്താണ് ഒരു പീസ് കഴിക്കണേ. ഇതൊന്നും ഒരു ചലഞ്ച് അല്ല ബ്രോ എന്ന് പറഞ്ഞ് കുറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എടാ മെഷീൻ വർക്കാനോട് ഇറങ്ങണേ, മെഷീൻ വർക്ക്. അപ്പൊ 1.5 മിനിറ്റടാ, സിമ്പിൾ. ഇതിപ്പോ നമ്മുടെ ഫുൾ മന്തി ഇവിടെ ഈസി ആയിട്ട് ഇവനിവിടെ തീർക്കും. നമ്മുടെ ഫസ്റ്റത്തെ 5000 രൂപ മേടിച്ചിട്ട് പോണ ആളാണെന്ന് തോന്നണട്ടെ ഇവൻ. അടുത്ത ഓർഡർ കൊടുക്കട്ടെ, അങ്ങനെയാണോ മൂഡ്? അത് തീരട്ടെ. അത് തീർന്നതായിട്ട് നമ്മൾ 3ാമത്തെ ഓർഡർ കൊടുക്കും. അപ്പം ആ 3ാമത്തത് വരും. അത് തീർത്ത് കഴിയുമ്പോൾ നമ്മൾ 4ാമത്തെ ഓർഡർ കൊടുക്കും. അവസാനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇപ്പോഴും അങ്ങനെ ചെയ്യാന്നുള്ള രീതിക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ 3ാമത്തെയും 4ാമത്തെയും കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ട് 3ാമത്തേൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ മറ്റേത് വേസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ. അൽഫാമൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നല്ലേ? ഉച്ചക്കൊന്നും കഴിച്ചില്ല?
അല്ല, അവനൊരു പൊറോട്ട കഴിച്ചോളൂ. ഇത് അള്ളയല്ലേ, നോക്കാതെ എക്സെപ്ഷൻ ഒന്നും ഇടണ്ട. അവൻ ഉച്ചക്ക് കഴിക്കാണ്ടിരിക്കണായിരുന്നു. ഇവന്റെ ചലഞ്ചിൽ എല്ലാവരും ഇവനെ പറയാനുണ്ടായിരുന്നു ഇവൻ ഫുൾ മന്തി കഴിക്കുമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇവനെ പിക്ക് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇവനും പറഞ്ഞു ഞാൻ ഫുൾ മന്തി കഴിക്കും. അത് തീർക്കടാ. അപ്പൊ ഇന്ന് മന്തിയടാ, അതൊക്കെ ഞങ്ങൾ മറ്റേ പൊന്നുപോലെ കഴിക്കുന്ന സാധനങ്ങളാണ്. സിമ്പിളാണ് ചെക്ക. എടാ സമയം ഉണ്ടടാ, നീ അത് വിഷമിക്കണ്ട. നീ ഇത് കണ്ട 3.5 മിനിറ്റിൽ ക്വാർട്ടർ തീർന്നു. അത് ഓർക്ക്. നീ 3.5 മിനിറ്റ് നീ ക്വാർട്ടർ തീർത്ത്. നമ്മുടെ കഴിഞ്ഞ ചലഞ്ചിൽ 5 മിനിറ്റ് കൊണ്ടാണ് ഒരാൾ ക്വാർട്ടർ തീർക്കണേ. ഇത് 3.5 മിനിറ്റിൽ ക്വാർട്ടർ തീർത്ത്. 4 മിനിറ്റ് ആകാൻ പോണേ ഉള്ളു. സിമ്പിൾ. ഞാൻ സൂപ്പർ നോട്ട്. അടുത്ത മന്തി അടുത്ത പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇട്ടിരണം മോനെ. പിന്നെ എന്ത് നോക്കാൻ, മൊത്തം തട്ടിക്കോ അങ്ങാട്ടെന്നാ പറയണത്. മൊത്തം ഞാനിടും. 5000 രൂപ എൻ്റെ ആണ്. എന്താടാ വേസ്റ്റ് പാത്രം വന്നിട്ടില്ല. അമ്പോ ഇപ്പൊ കുറച്ചൊരു പാത്രം നിറഞ്ഞിട്ടുണ്ട്. എന്നാലും സാരില്ല, ഇതൊക്കെ നമ്മ സാധാരണ അടിയുന്ന അല്ലേ? ഇതൊക്കെ നമ്മ ഞാൻ അവരോട് പറഞ്ഞതാ. എന്നാലും ഇതില് വേണമല്ലേ? ശരിയാ. ഓക്കെ, അപ്പോ അടുത്തത് എടാ ഇനി ഓർഡർ കൊടുക്കണം. ക്വാർട്ടർ ഓർഡർ കൊടുത്തേക്കട്ടെ. കൊടുത്തേക്കല്ലേ? ക്വാർട്ടറിന് കൊടുത്താൽ മതി. വേസ്റ്റ് എടാ മോനെ, വേസ്റ്റ് ഇല്ലാത്ത അടിക്കേ. ക്വാർട്ടറായിട്ട് എടുക്കാം. എടാ മറ്റേ സാധനം എന്താണ് തിന്നാ? അത് കുറച്ച് എല്ലാം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അകത്ത്. ഇത് കളഞ്ഞില്ല. ഉള്ളതൊക്കെ തന്നെ കളയണേ. ഓക്കെ അതെടുത്താ. ഓക്കെ ചലഞ്ച് പോട്ടെ. നമുക്ക് 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി 25 മിനിറ്റ് അവശേഷിക്കുമ്പോൾ ഇവൻ രണ്ടാമത്തെ മന്തിയും തുടങ്ങി. എടാ ഇത് മിക്കവാറും വിന്നിങ് ആണ് കേട്ടോ. സെറ്റാണ്. പക്ഷെ അതും നീ കഴിക്കേണ്ടി വരും. ഫുൾ മന്തി ചലഞ്ച് നമ്മൾ എന്നുപോലെ തുടങ്ങിയതാ. ഫുൾ മന്തി കഴിച്ച് 5000 രൂപ എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി തുടങ്ങിയിട്ട്. ഇപ്പം മിക്കവാറും ഇവൻ ഇത് കഴിച്ച് തീർക്കുമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. എന്താ ടയർഡായ? എന്താ ഇല്ലല്ലേ? അടുത്ത ഓർഡർ കൊടുത്തേക്കട്ടെ. ഡിലേ വേണ്ടല്ല. അടുത്ത നമ്മുടെ ചലഞ്ചിൽ 3ാമത്തെ മന്തി എത്തണത് തന്നെ വലിയ ആരും എത്തിയിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നു കേട്ടോ. 3ാമത്തെ മന്തി എത്തിയിട്ടുണ്ടാരെങ്കിലും? ഇല്ല. 2 എണ്ണമൊക്കെ അറ്റപ്പറ്റേ. ഇതിലിപ്പോൾ 2 എണ്ണം കഴിച്ച് തീർത്തിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ മന്തിക്കുള്ള ഓർഡർ കൊടുക്കാൻ പോണേണ്ടാ. 3ാമത്തത് സ്പൈസി മന്തി. ഇപ്പോൾ വരും, ഞാൻ പോയി ഓർഡർ കൊടുത്തിട്ട് വരാം. മന്തിക്കുള്ള നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 8 മിനിറ്റ് നമുക്കിവിടെ ഏകദേശം കവർ ആവണ സമയത്ത് കഴിഞ്ഞടാ ഹാഫ് മന്തി നമ്മളിവിടെ തീർത്തിരിക്കുന്നു. നീ ഇപ്പോൾ എങ്ങനെയാ നിന്റെ അവസ്ഥ? സെറ്റല്ലേ? ഇനിയും പോകൂലേ നിനക്ക്? അടുത്ത വന്നോണ്ടാ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. 3ാമത്തത് എത്തിയടാ. എടാ നീ കണ്ട് പഠിയടാ. ഇവനെന്തിന് നീ വല്ല പകുതി വരാന്ന് പറഞ്ഞോട്ടാ. 2 ദിവസം മണിക്കൂടെന്ന് പറഞ്ഞോട്ടാ. ഇല്ലെന്ന്, അതൊക്കെ വെറുതെ. ഇവനെ കണ്ടത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. പഴയ വീഡിയോ ഒന്നുമില്ല, ഈ അടുത്തുള്ള ഒരു KFCയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഏറ്റവും കുറച്ച് ഭക്ഷണം കഴിച്ച മോനെ കഴിഞ്ഞു. വെള്ളം നിൽക്കല്ലേ? നിനക്ക് എന്താണ് ഈ നിമിഷം നിനക്ക് പറയാനുള്ളത്? സമയം നമുക്കിവിടെ ഏകദേശം 10 മിനിറ്റ്. ഇനി 20 മിനിറ്റ് ഉണ്ട് നിനക്ക്. ഹാഫ് 20 മിനിറ്റേ ഉള്ളൂന്ന് നീ പറയേണ്ട ആവശ്യമില്ല. നീ 10 മിനിറ്റ് കൊണ്ടിട്ടാണ് നീ 2 ഹാഫ് തീർത്തേ. 9 മിനിറ്റും 42 സെക്കൻഡും കൊണ്ടിട്ട് നീ ഹാഫ് തീർത്ത്. നീ ഇനി 20 മിനിറ്റ് ഉള്ളൂന്നല്ല, ഇനി 20 മിനിറ്റ് ഉണ്ടല്ലേ? ഇനി 20 മിനിറ്റ് ഉണ്ടല്ലേ? അങ്ങനെയാണ് പറയാൻ. അറേബ്യൻ പാലസിന്റെ സ്പെഷ്യൽ സാധനം തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്രീമി സംതിങ്. അത് നൈസല്ലേ? നൈസായിരിക്കും. ഇറക്കടാ. കോട്ടറ പറഞ്ഞേക്കണ അമ്മ. കോട്ടറ എടുത്ത ഒറ്റടി അടുത്ത സാധനം വരും. പിന്നെ തീർത്തോ 10 മിനിറ്റും 17 സെക്കൻഡും. ഇവനുണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാ. കിടില മൂടായിരുന്നു ഇവൻ, പറയാനില്ല. ഞാൻ കൊണ്ടുവന്നല്ലേ, പിന്നെ എങ്ങനെ മോശമാണ്ടിരിക്കും. മിണ്ടരുത്. ഞാൻ മാത്രമേ മോശമായിട്ടുള്ളൂ, എന്റെ കൂടെ ഉള്ള ആരും മോശമല്ല. മോനെ ഇപ്പുറത്ത് വാ നീ. സമയം നമ്മ ഇവിടെ പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ദേ 2 മന്തി കഴിച്ചു തീർത്തിവൻ. ആ ഇത് നോക്കിയേ ഇത്രയൊക്കെ ഇവൻ കഴിച്ചു തീർത്തതാ. ഹാഫ് ഇവിടെ കഴിച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണവും കൂടി വരാനുണ്ട്. ദേ അപ്പോഴേക്കും നമ്മളിവിടെ ടൈമർ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് 10 മിനിറ്റും 50 സെക്കൻഡ് ആക്കി ടൈമർ പോസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട്. ഇനി എത്ര മിനിറ്റ് ഉണ്ടാ? 10 മിനിറ്റ് 50 സെക്കൻഡ് പറഞ്ഞാൽ ഇനി 19 മിനിറ്റും 10 സെക്കൻഡും അല്ലേ? അടുത്ത നമ്മുടെ മലായി ക്രീമി മന്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ആടിപ്പൊളി. ദേ സെറ്റ് സാധനം. അടുത്തത് നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞുള്ള ലെഗ്. കൈപ്പള്ളി ഒരു പ്ലേറ്റ്. പ്ലേറ്റും ടിഷ്യൂ ഒക്കെ അടുത്ത് എത്തിയിട്ടുണ്ട്. അടുത്ത മന്തി മൂന്നാമത്തത്. ഇനി ഒരെണ്ണം കൂടി കഴിച്ചു കഴിഞ്ഞാൽ നീ 5000 രൂപ വിൻ ചെയ്ത്. ദേ അത് നേരെ പാത്രത്തിലേക്ക് ഇടാൻ പോണേ കേട്ടോ മന്തി. അടുത്തത് ഉണ്ട് സാധനം ഉണ്ട്. എനിക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യട്ടെ. ടൈമർ നമ്മൾ 10 മിനിറ്റും 50 സെക്കൻഡ് ചെയ്ത് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോണാണ്. സ്റ്റാർട്ട്. മണീസ് എടുത്തോ മണീസ് എടുത്തോ. കറക്റ്റായിട്ട് നൻപൻ തന്നെ. മണീസ് കണ്ടപ്പോ തന്നെ കൂട്ടുകാരൻ്റെ ഇത് പറഞ്ഞവൻ അവനിക്കത് പോരാ ഇനിയും വേണോന്ന്. ഇതേപോലത്തെ മയണൈസ് കഴിക്കണ കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴത്ത് നിങ്ങൾ കമന്റ് ചെയ്തേക്ക്. 11 മിനിറ്റും 21 സെക്കൻഡിലും നമ്മൾ അടുത്ത ചലഞ്ച് കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. 11 മിനിറ്റ് 12 മിനിറ്റ് ആകാൻ പോണില്ല. ഇവിടെ സിമ്പിളാണ്. ആ സമയം ഉണ്ടല്ലോ ആട്ട് സമയം. എന്താ മോനെ? പ്ലേറ്റ് എന്തിനാ? ചിക്കൻ എവിടെയെങ്കിലൊക്കെ വെക്ക് നീ. നമുക്ക് 12 മിനിറ്റ് ഓൾമോസ്റ്റ് ആകാൻ പോണില്ല കേട്ടോ. 12 മിനിറ്റ് ഫുൾ മന്തി കഴിച്ചു തീർക്കാൻ പോകുന്ന ആളാ. ദേ കണ്ടോ, ഇവൻ ചരിത്രം തിരുത്താൻ പോകുന്നു. ഫുൾ മന്തി ദേ ഇപ്പൊ കഴിച്ചു തീർക്കും. നമ്മുടെ ചലഞ്ചിൽ ആദ്യമായിട്ട് ഇതേ ഫുൾ മന്തി കഴിച്ച് തീർക്കാൻ പോണേണ് ഇവൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം കൂടിയുള്ളു, അതും ലെഗ് പീസ്. ഇല്ലേ പോര്. എടാ ഇത് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടാ. കൊള്ളാം. 12.5 മിനിറ്റ്. കാരണം ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഒരു 3 മാസമെങ്കിലും ആയി കാണുമല്ലേ ഫുൾ മന്തി കഴിച്ചു തീർത്തിട്ടില്ല ആരും. അപ്പൊ നമ്മുടെ ചലഞ്ചിൽ ആദ്യത്തെ ഫുൾ മന്തി തീർക്കാൻ പോകുന്ന ആളാണിവൻ. എനിക്ക് തോന്നുന്നു 3 മാസമായി കാണുമല്ലോടാ. നിങ്ങളിപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ സബ് ചെയ്ത് വെച്ചേക്ക്. ഇവൻ സബ്സ്ക്രൈബർ ആയതുകൊണ്ടാണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ഫോളോ ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമ്മളിവൻ ഈ ചലഞ്ചിൽ വന്നപ്പോൾ തന്നെ നമ്മൾ ഇവരെ ഡയറക്റ്റ് സെലക്ട് ചെയ്തത്. ഇപ്പം തന്നെ എല്ലാവരും വീഡിയോ സബ് ചെയ്ത് വെച്ചേക്കേ. ഇതൊക്കെ ഇവൻ സിമ്പിളാണ്. അതേ ഫുൾ മന്തി കഴിക്കുമെന്ന് ഇവൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 14 മിനിറ്റ് ആയിട്ടുള്ളൂ. എടാ ലാട്ടാടാ സമയം. നീ വേണമെങ്കിൽ ടൈമില്ലെന്നാ. 15 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനിയുണ്ട് 15 മിനിറ്റ്. എടാ ഇനി അതും കൂടിയുള്ള ഒരു ക്വാർട്ടറും കൂടിയുള്ള ഈ ഒരു മൂടെയുള്ള സാധനം അത്. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ ഇതെങ്ങനെ കഴിച്ച് തീർത്ത് കഴിഞ്ഞാൽ ഞാൻ അവൻ 5000 രൂപ കൊടുക്കും. അതിൽ നിന്ന് നിനക്കൊരു മന്തി മേടിച്ച് കഴിച്ചൂടെ? അല്ലാണ്ട് നീ അതിന്റെ ബാക്കി നോക്കി 5000 കിട്ടൂല. അത് മാത്രമേ കിട്ടുള്ളൂ. അതിന്റെ ഒരു 80% എനിക്ക് വരാന്ന് പറഞ്ഞേക്കണ. മിക്കവാറും ഇവൻ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ ഞാനെന്നാ നിർത്തണേന്ന് അല്ലേ, ഞാനെന്നാ മതിയാക്കി. എന്താടാ ഓക്കെ. അപ്പൊ അടുത്തത് പിടിച്ചു നമുക്ക് പിടിക്കാം, തീർക്കാം എന്നുള്ള കോൺഫിഡൻറ്റോടുകൂടി 15.5 മിനിറ്റ് ആയേക്കുന്ന സമയത്ത് 3 മന്തി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പേര് പറഞ്ഞൂടാ, ഡയലോഗ് പറഞ്ഞ വന്നേരുത് മുൻസീർ. ഇത് മാസ ഡയലോഗ് പറഞ്ഞിട്ട് ലാസ്റ്റ് പേര് പറഞ്ഞുപോയി. കുറച്ച് സ്ലോ ആയിട്ടുണ്ട് സാറല്ല, കുഴപ്പമില്ല മോനെ, നിന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. 16 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി 14 മിനിറ്റ് ഉണ്ട് അല്ലേ? എന്താണ് മരണം. കുഴപ്പമില്ല, ഗ്യാസൊക്കെ കുറച്ചൊരു സ്പേസ് കിട്ടും അല്ലേ? ഓക്കെ അല്ലേ? നീ ഒന്നും നോക്കണ്ട മോനെ, നിന്നെ കൊണ്ട് പറ്റുന്നത്ര. ഞാൻ ഫോഴ്സ് ഒന്നും ചെയ്യണല്ലോ കേട്ടാ. ഞാൻ നിനക്ക് പ്രോത്സാഹനം തന്നെയാണ് ജയിക്കാൻ വേണ്ടിട്ട് കേട്ടാ. ഫോഴ്സ് അല്ല ഇത്. നിനക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ സ്റ്റോപ്പ് ചെയ്തിട്ട് വിട്ടോളാം, അത്രേ ഉള്ളു. കഴിക്കാൻ അത് ഫോഴ്സിങ്. എടാ വേണം നീ റിലാക്സ് ചെയ്തോ, സമയമൊക്കെ ഉണ്ട്. ഇനി 17 മിനിറ്റ്. ഇട പോലെ ഇവര് എള്ളല്ലേ എന്ന് പറഞ്ഞാൽ എന്തിനാണ് എനിക്ക് മനസ്സിലാലോചിക്ക്. വെറും 10 മിനിറ്റ് കൊണ്ട് 2 മന്തി കഴിച്ചു തീർത്ത മെയിൻ മനുഷ്യനാണ് നീ. ആ നിനക്ക് അടുത്ത 2 കഴിച്ചു തീർക്കാൻ 10 മിനിറ്റ് മതി. എന്താടാ ക്രീമി ആയോണ്ടേ ഇതാവണം,
നമ്മയിലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മന്തിയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു സ്പൈസി മന്തി, ഒരു ഹണി അൽഫാം മന്തി, ഒരു ക്രീമി മന്തി. അറേബ്യൻ പാലസിന്റെ മൂന്ന് സ്പെഷ്യൽ സാധനങ്ങൾ നമ്മ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരെണ്ണം കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് മസാലയുടെയൊക്കെ ചിലപ്പോൾ കുത്തലുണ്ട്, ചിലപ്പോൾ അവിടെ മട്ടിക്കും. ഇപ്പോൾ ക്രീമി ആണെന്ന് മൊത്തം എടുത്തെങ്കിൽ ചിലപ്പോൾ അവന് ക്രീമി മട്ടിച്ചാൽ ഇല്ലേ, ഹണിയാണ് എടുക്കണമെങ്കിൽ ഹണി മട്ടിക്കും. അപ്പോൾ അത് കാരണം ഞാൻ കമ്പൈൻ ചെയ്ത് അങ്ങനെ എടുത്ത്, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഒരെണ്ണം കഴിച്ച് മാത്രം മട്ടിക്കുകയില്ല, സെറ്റാണ്. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 18 മിനിറ്റ് ആയിരിക്കുന്ന സമയത്ത് ചെക്കൻ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ, പോയിക്കൊണ്ടിരിക്കണേ. തട്ടല്ലേ അനങ്ങാണ്ടിരിക്കണേ, തട്ടിയാ പോയി. എടാ ഞാൻ എന്തായാലും ഇപ്പം അടുത്ത മന്തിക്ക് ഓർഡർ കൊടുക്കണില്ല. നീ 5000 രൂപ വാങ്ങിച്ചിട്ട് പോകണം. നിനക്ക് ഞാൻ 5000 രൂപ തരും. അല്ല വാങ്ങിച്ചാൽ ജയിച്ചാൽ തരും കേട്ടോ, വാങ്ങിച്ചിട്ട് പോകണം. അത് കാരണം ഞാനിപ്പോൾ അടുത്ത ഓർഡർ ഇപ്പോൾ കൊടുക്കണില്ല. കാരണം കൊടുത്താൽ ചില പെട്ടെന്ന് വന്നു വരും. അത് കാരണം ഞാൻ വെയിറ്റ് ചെയ്യണേ. നീ കഴിച്ച് തീർത്ത് കഴിഞ്ഞിട്ട് അതെ തീർന്നിട്ട് എടുക്കാനുള്ളത് നമ്മ. അത് മാത്രമല്ല, തീർന്നിട്ട് എടുക്കാൻ നേരത്ത് നമുക്ക് ടൈം പോസ് ചെയ്യാൻ പറ്റും. അപ്പം നിനക്കൊരു 5 മിനിറ്റ് ഒക്കെ കിട്ടും അടുത്ത മന്തി വരാനായിട്ട്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഒന്ന് ഓടിയിട്ടൊക്കെ വരുമ്പോൾ ജോഗിങ് ഒക്കെ ചെയ്ത് വരുമ്പോൾ സംഭവം സെറ്റായിരിക്കും. ഓക്കെ ഹൈ ദേ വന്ന് എടാ മോനെ ഇത് കണ്ടാ നീക്ക 3 എണ്ണം കഴിച്ചു തീർത്ത്. ഇനി ഒരെണ്ണം കൂടി കഴിച്ചു തീർത്ത് കഴിഞ്ഞാൽ 5000 രൂപ. ശരിക്കും ഇവന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇവന്മാരൊക്കെ ശരിക്കും മറ്റേ ചലഞ്ച് ഉണ്ടായിരുന്നില്ല നീക്ക അവിടെ? ഇവന്റെ മറ്റേ ചലഞ്ചിൽ ഉണ്ടായിരുന്ന വെച്ചാൽ ടീംസ് നീ ഉണ്ടായിരുന്നില്ല അല്ലേ? ഉണ്ടായില്ല. ഇവൻ ഉണ്ടായില്ലായിരുന്നു ആ ചലഞ്ചിൽ. ഇവന്റെ ജയിക്കാത്ത ചലഞ്ചിൽ ഉണ്ടായിരുന്ന വെച്ചവന്മാരാണ് ഇവരൊക്കെ. അതെല്ലാവർക്കും അറിയാലടാ. ഇതെന്താടാ വയറ്റത്ത് പിടിച്ചേക്കണത്? പാന്റ് അഴിച്ചിട്ട് ബട്ടൺസ് അയച്ചിട്ട് ലൂസാണോ? 3 എണ്ണം തീർത്ത്. ഇനി ഒരെണ്ണം കൂടി തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മന്തി തീർത്തവനാണ് ഇവൻ. കൊച്ചിയിലെ ആദ്യമായിട്ട് ഫുൾ മന്തി തീർത്ത ആള്. റെക്കോർഡാണ് കേട്ടോ മോനെ. റെക്കോർഡ് അടിക്കാം. ഇതൊക്കെയാണ് ഇവന്റെ കൂട്ടുകാരന്മാരിട്ടാ. ഇവര് രണ്ടുപേരും ഇവന്റെ ചലഞ്ചിൽ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. KFC ചലഞ്ചിൽ വെച്ചിട്ട്. ഇവൻ പുതിയതാ. പേരെന്തായിരുന്നു നിന്റെ? എൻ്റെ പേര് ഷോണൊക്കെ എത്തിയിട്ടുണ്ട്. സ്ഥലം എവിടെയാ നിന്റെ? ഇവിടെ തന്നെയാണോ? ഓക്കെ. എടാ അതെ ചിക്കൻ ഇരിക്കണമെന്ന് ചോറ് കഴിച്ചു തീർക്കല്ലേ? നമ്മുടെ ടൈം 21 മിനിറ്റ്. എടാ 10 മിനിറ്റ് കൊണ്ടിട്ട് എടാ മോനെ ഇത്ര എത്തിച്ചിട്ട് തോക്കരുത്. കാരണം ഉണ്ടല്ലോ ഇത്രയും സമയം സെറ്റ് ടൈമാണ്. അത് ഉറപ്പല്ലേ? കാരണം ഉണ്ടല്ലോടാ വെറും 10 മിനിറ്റ് കൊണ്ട് ഇവ ഹാഫ് കഴിച്ചു തീർത്ത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വന്ന് അതിന് നമുക്കിപ്പോ ഏകദേശം കുറച്ചൊരു ടൈം ആയിട്ടുണ്ട്. പോട്ടെ എടാ തീർക്കടാ. 22 മിനിറ്റാ സമയം പോണ്ട മോനെ. എന്താണ് കിള്ളിയൊക്കെ എടുക്കടാ, സമയം പോണടാ. എക്സ്ട്രാ ടൈം 1/2 മണിക്കൂറാണ് നമ്മൾ കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. തീർക്കട്ടെ ഇവൻ. എടാ ക്വാർട്ടർ ഇപ്പൊ ഓർഡർ ചെയ്ത് എന്തിപ്പോ സംഭവിക്കും അറിയോ? ഇവൻ ഇത് തീരണതിന് മുന്നേ ക്വാർട്ടർ വരും. അപ്പൊ ഇവനുള്ള റെസ്റ്റ് പോവും. മനസ്സിലായി? നമ്മ ബോസിയോടെ എന്തായാലും സമയം ക്വാർട്ടർ ഓർഡർ ചെയ്യുമ്പോ കുലിക്കട്ടെ ഞാൻ. കുലിക്കോ സെറ്റായി. ഒന്ന് എണീറ്റിരിക്കണ. എടാ ബട്ടൺസ് അയച്ചിട്ട് പാന്റിന്റെ ബട്ടൺസ് ടൈറ്റായി. ഒരു പാക്ക് ഉണ്ട് ഇപ്പൊ. ബാബാ അടുത്ത് എന്താടാ പെപ്സി വേണോ നിനക്ക്? ഓടിപ്പോയി ഒരു പെപ്സി എടുത്തിട്ടോ. ഓക്കെ മതിയാക്കുന്നല്ല. അങ്ങനെ മിണ്ടരുത് നീ. നിനക്ക് അതിനുള്ള നിർവാഹമില്ല. പെപ്സി പോയാ പെപ്സി ഇവിടെ എത്തിയിട്ടുണ്ട്. എടാ ഒരു ഗ്ലാസ് എടുത്തടാ മോനെ, ഒഴിച്ച് കൊടുക്കട്ടെ. വെള്ളമൊക്കെ നമ്മൾ ഇത്ര മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെപ്സി പെപ്സി എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടി അവനെ വെറുതെ പ്രഷറാക്കല്ലേ. സമയം പോണ്ട. അതെന്താ കാണാത്ത ആരും? സമയം പോണെന്ന്. ഇനി 24 മിനിറ്റ് എത്തി. ഇനി 6 മിനിറ്റ് കൊണ്ടിട്ടാണ് നിനക്ക് അത് തീർക്കേണ്ടത്.
അത് ലെഗ് പീസാണ്, അത് ലെഗ് പീസാടാ. എങ്ങാട്ടെങ്കിലൊക്കെ ഇളക്ക് മേപ്പോട്ട താഴ്ത്താട്ടെ, എങ്ങാട്ടെങ്കിലൊക്കെ ഒന്ന് പോയാ മതി. എടാ ഞാൻ പറഞ്ഞ മനസ്സിലായ? എടാ 5 രൂപ. എടാ മറ്റേത് ലെഗ് പീസാണ്, നീ ഒന്നുകൂടി തീർത്താ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇത് ഒന്നും ആലോചിക്കണ്ട, എങ്ങനെയെങ്കിലൊക്കെ തീർക്കണ. മറ്റേത് ലെഗ് പീസാടാ. ഞാൻ വേണേ കുറച്ച് റൈസ്, നോർമൽ കുറച്ച് റൈസേ ഉള്ള അതില് അല്ലേ? റൈസ് ഒക്കെ സെറ്റ് റൈസ് അല്ലേ? അയ്യാ എടാ ഇനി ഒരു ലെഗ് പീസ് പന്തി കൂടി കഴിച്ചിരുന്നെങ്കിൽ 5000 രൂപ ഇട്ട് പോകണ്ടവനാണിത്. മൈക്ക് മാറ്റി വെക്കുന്നത് അവൻ ശരിയാ. നീ കോൺസെൻട്രേഷൻ കളയല്ലേ അവനെ. ഫുൾ ഫോക്കസ്. അവനെ ഇത് ചിരിപ്പിക്കാനും ചെയ്യാറില്ലട്ടാ. എടാ ഈ 5 മിനിറ്റ് എനിക്കതാണ് സങ്കടം. ഇത് നോക്കിയേ 26 മിനിറ്റ്, 4 മിനിറ്റ് ആണ് ഇനി ശരിക്കും ഉള്ളത്. ആന്ന് ഇവന്റെ വേറൊരു കോമഡി ഉണ്ടായിരുന്നിട്ടാ. അതെന്താ പറയാ, ഞാൻ അവരോട് നീ കഴിക്കും വേറൊരു കോമഡി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ മന്തിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞേ, ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കണേ, അപ്പൊ നമ്മുടെ ഫുൾ മന്തി ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്, ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാർട്ട്. അപ്പൊ ഇവൻ ഞാൻ എടാ ടൈം സ്റ്റാർട്ട് ചെയ്യണ കഴിയണ. അയ്യോ സമയം നമുക്ക് 26 മിനിറ്റ് സമയം പോണടാ. ഓക്കെ സമയം എടാ ഇത് എന്താണ് ഇത്? 27 മിനിറ്റ്. എന്റെ ഇക്ക കഴിക്കുക. എടാ ഇത് എന്താടാ 28 മിനിറ്റ് ആകുമ്പോണ്ടാ? പ്രായമുള്ള 28 അടുത്ത മാസം 23 വയസ്സായെങ്കിലും ഇപ്പൊ 28 ആവും ഇവിടെ അല്ലേ? ഇപ്പൊ 28 ആകും കൂട്ടാ. പ്ലേറ്റ് പിടിച്ച് എണീറ്റ് നിന്ന് കഴിക്കാം. പ്ലേറ്റ് എടുത്തേ 28 മിനിറ്റ് പെട്ടെന്ന് കഴിക്ക്. എടുക്ക്, ഞാൻ പിടിച്ചേരാ. പെട്ടെന്ന് തീർക്ക്. എടാ ഇരുട്ടത്താക്കല്ലേ, ഞങ്ങൾ ഇരുട്ടത്താക്കല്ലേ. പെട്ടെന്ന് കഴിക്കടാ. എണീറ്റ് നിന്ന് കഴിക്ക്. എന്താണ് നീ ഇവിടെ പോണത്? ഇത് ഇവിടെ പോണത് ഒരിടത്ത് പോണില്ല, ഇവിടെ നിന്ന് കഴിക്ക്. ഇതെന്താടാ? എന്താണ് ഒരു സമാധാനം വേണ്ടേ? ഓക്കെ കമോൺ. എടാ പറ്റും. സമയം പോടാ. 29 മിനിറ്റ് ആടാ പോയി. 29 മിനിറ്റായി. നീ എന്താണ് അവരെ കൊല്ലാൻ നോക്കണ? പോയി എല്ലാ കാര്യങ്ങളും നീ ആലോചിച്ചിട്ട് തിന്ന് മരിച്ചെന്ന് പറയണത് ഒരു ഭാഗ്യമാണല്ലോ. തിന്നല്ലേ മരിച്ചുള്ളത്. അത് കുഴിമതി ഇതൊക്കെ. എടാ ഇതെനിക്ക് വായിൽ കുത്തി പോകുമ്പോ നമുക്കെടുത്ത് കളയാന്ന്. സ്റ്റോപ്പ് ചെയ്യണ്ട, നീ സ്റ്റോപ്പായി. 49 50. എന്റെ ദൈവമേടാ, ഞാൻ ഈ ചലഞ്ച് കണ്ടേച്ചെന്ന് പറയാൻ നേരത്ത് സമയമുണ്ട് കേട്ടാ. ഈ കമന്റിൽ ആരും എന്ന് പറയണ്ട. കൂട്ടത്തിരിക്കുന്നവർ വേണേ പറഞ്ഞു. ഞാൻ ചോദിക്കൂ എന്റെ അടുക്കെ, കൂട്ടത്തിരിക്കുന്നവരുടെ എല്ലാവരുടെ അടുക്കലും ഞാൻ ചോദിക്കും. സമയം ആരും ഒന്നും പറയണ്ട. കാരണം ഹാഫ് കഴിക്കാൻ ഇവൻ 10 മിനിറ്റ് എടുത്തു. ബാക്കി ഹാഫ് കഴിക്കാൻ 20 മിനിറ്റ് ഉണ്ട്, ഡബിൾ ടൈം. ഓക്കെ ഇല്ലേ? ഹാഫ് കഴിക്കാനായിട്ട് ഇവൻ 10 മിനിറ്റ് എടുത്ത്. അപ്പൊ അങ്ങനെ നോക്കാൻ നേരത്ത് ബാക്കി ഹാഫ് കഴിക്കാൻ ഡബിൾ ടൈം ഇല്ലേ? അങ്ങനെ നോക്കുമ്പോൾ 30 മിനിറ്റ് സെറ്റാണ് ഇല്ലേ? സമയമാണോ നിനക്ക് വിഷയം? നീ തീർക്കാൻ സമയം, കാരണം ഇത് തീർക്കാൻ നീ 20 മിനിറ്റ് എടുത്ത്. സമയം കിട്ടിയാൽ തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെ ഇരുന്ന് രണ്ടുപേരും. അതെന്ന് പറയുമ്പോ ഞാൻ ഒരുമാതിരി നീ കഴിച്ചിട്ട് പോക്കോടാ, ഞാൻ പൈസ തരാം നിനക്ക് എന്ന് പറയണ പോലെ ഇപ്പൊ ചലഞ്ച് ആകൂലടാ. മനസ്സിലായ? ഞാനുണ്ടല്ല, ഞാൻ ജയിക്കൂന്ന് ഓർത്തേച്ചത്. 5000 അടിക്കാൻ പറ്റിയില്ലെങ്കിലും നീ അത്യാവശ്യം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തോന്നിട്ട് ഒരു 0 കുറച്ച് ഞാൻ നിനക്ക് ഇട്ട് തരും. അതെത്രയായിരുന്നു? 500. എടാ മന്തി തലക്ക് പിടിച്ച. നമ്മുടെ ചലഞ്ചിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കോമ്പീറ്റ് ചെയ്ത്, നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, അത്യാവശ്യം എൻഗേജ് ചെയ്ത് കഴിക്കുന്നവർക്ക് നമ്മളൊരു പ്രോത്സാഹനം എന്നുള്ള രീതിക്ക് 500 രൂപ കൊടുക്കാറുണ്ട്. കണ്ടിരുന്നവര് നീ മിണ്ടരുത്. ഇതില് ഇവനൊരു സ്വീറ്റ് റിവെഞ്ച് എന്തായാലും ഉണ്ട്. കാരണം
ഇത് നേരത്തെ ഒരു പ്രാവശ്യം നമ്മൾ എന്തായാലും ഇവൻ ഈ ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ നേരത്തെ ഇവൻ ഈ ചലഞ്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ നീ ആ ഫുൾ മന്തി കഴിച്ചു തീർക്കുമെന്ന് ഉറപ്പല്ല, അങ്ങനെയാണെങ്കിൽ നിനക്ക് അത് ചലഞ്ച് തരാം, നമുക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവനോട് ഞാൻ നേരത്തെ പറഞ്ഞു. അന്നത്തെ ദിവസം ഇവൻ ഫുഡ് കഴിക്കാണ്ടിരുന്നു. അന്ന് ഇവരൊക്കെ ഇരുന്ന് മന്തിയല്ല ബിരിയാണി കഴിച്ച് ഇവൻ അത് നോക്കിയിരുന്നു. പക്ഷെ ഇപ്പൊ നീ ഇവിടെ ഇരുന്ന് 3 മന്തി കഴിച്ച് ഇവരെല്ലാരും നോക്കിയിരുന്നു. അതാണ് റിവെഞ്ച്, സ്വീറ്റ് റിവെഞ്ച്. നേരത്തെ ഞാൻ ചലഞ്ച് നിൽക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് കാണിക്കാം. നേരത്തെ ഇവന് ഞാൻ ഒരു ദിവസം ഇതിന് മുന്നത്തെ ഒരു ദിവസം മഴയായിപ്പോയി, അത് കാരണം നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അന്നത്തെ ഒരു ദിവസം ഞാൻ ഇവനോട് പറഞ്ഞു, എടാ നമ്മുടെ കൊച്ചിയിലുള്ള അറേബ്യൻ പാലസിലേക്ക് വന്നാൽ മതി ഞാൻ ഇവനോട് പറഞ്ഞു. അന്ന് പക്ഷെ ഞാൻ ഉച്ചക്ക് കഴിഞ്ഞപ്പോഴേക്കും ഇവനോട് വിളിച്ചു പറഞ്ഞു, എടാ മഴ ആയതുകൊണ്ട് മിക്കവാറും നടക്കാൻ ചാൻസ് ഇല്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അന്നത്തെ ദിവസം ഇവൻ ബിരിയാണി കഴിക്കാതെ ഇവന്മാരൊക്കെ ഇരുന്ന് കഴിക്കണ്. നോക്കിയേ, ഇത് ബിരിയാണിക്ക് ഇപ്പൊ ഒരു സീൻ കണ്ടോട്ടാ. ഇപ്പൊ കണ്ടോ, ഇരിക്കണ ഒരാള് മേളിൽ ബിരിയാണി കഴിക്കാണ്ട് പാവം. പക്ഷേ ഇപ്പൊ നിങ്ങ ഈ ഫ്രെയിം ഒന്ന് നോക്കിയേ, ഇവൻ ഇവിടെ നിന്ന് മന്തി കഴിച്ചു, ഇവന്മാരാരും കഴിക്കാതെ നോക്കിയിരുന്നു. റിവെഞ്ച് സെറ്റായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമില്ലേ? സെറ്റ്. അപ്പോ അധികം പറഞ്ഞ് ഇവനെ നീട്ടിക്കുന്നില്ല. ഈ സമയത്ത് നീ ശരിക്കും സ്വിഗ്ഗി ഉണ്ടല്ലായിരുന്ന? ആ സമയത്ത് ഒരു 500 രൂപയെങ്കിലും നിങ്ങൾക്ക് ഒപ്പിക്കാനും പറ്റണ്ടായിരുന്നു. സൊമാറ്റോ. ഞാൻ സ്വിഗ്ഗി ഓടിയതുകൊണ്ട് ഞാൻ അതിലേക്ക് ആയിപ്പോയത്. 500 കിട്ടണ്ടായിരുന്ന. ഓക്കെ, അപ്പോ നമ്മ അധികം വെച്ച് നീട്ടുന്നില്ല. ഇവനോട് 3 മന്തി കഴിച്ച്, പക്ഷെ അത്യാവശ്യം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ല രീതിക്ക് തന്നെ ഇവനെ എൻഗേജ് ചെയ്ത് ഫസ്റ്റത്തെ 2 കഴിക്കുന്ന സ്പീഡായി കാണുന്നത് അടിപൊളിയായിരുന്നു. ആ കഴിച്ചു വന്നിട്ട് നമ്മളിതേ അയ്യോ പൈസ 500 എത്ര ആ 500 തന്നെ പോയിന്റ് ഇടല്ലേ ഇടക്ക് 50,000 അല്ല 500 ഇല്ല. ദേ നമ്മൾ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മള്. ഓക്കെ അല്ലേ? നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നതാണ്. ഇവൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനുള്ള 500 നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ പിടിച്ചോക്കെ ഇതാരാ? സിഗ് മാറിപ്പോ ആള് മാറിപ്പോ ഇവരാണ് ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. അയ്യോ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഞാൻ ഇവരെ പിടിക്കാൻ നോക്കിയപ്പോ ആള് മാറിപ്പോടാ. ഇവൻ എടാ മറ്റേതിന്റെ സിംഗാളാ, അതുകൊണ്ടാ. അതെ, നമ്മുടെ ഫുൾ മന്തി കഴിച്ചു തീർക്കാൻ പറ്റുന്ന ഒരാള് നമുക്ക് എന്തായാലും ഉണ്ടാകും. കുബാബയിൽ കണ്ടായിരുന്നല്ല, ഒരാൾ ഫുൾ മന്തി കഴിച്ചു തീർത്ത്. അതേപോലെ എന്താണ് അതേപോലെ നമ്മുടെ ചലഞ്ചിലും ഒരാൾ ഫുൾ മന്തി കഴിച്ചു തീർക്കണ ഒരാൾ വരും. അപ്പൊ അതൊക്കെ വരും എന്നുള്ള ഹോപ്പോട് കൂടി നമ്മളുടെ ചലഞ്ച് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.